വിശദമായി നോക്കാം. CMRL മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക് സമർപ്പിച്ച ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിച്ചേക്കും. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. കേസിൽ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് എക്സാലോജിക്കിന്റെ നീക്കം. KPCCയുടെ ജനകീയ പ്രക്ഷോഭയാത്രയായ സമരാഗ്നിക്ക് ഇന്ന് തുടക്കമാകും. KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന യാത്ര വൈകിട്ട് 4-ന് കാസർഗോഡ് വെച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 29-ന് തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം. 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാഗ്നിയിൽ 30-ലധികം മഹാസമ്മേളനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും സാധാരണ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. നാളെ കാസർഗോഡാണ് ആദ്യ സദസ്സ് നടക്കുക. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വീണ്ടും സമൻസ് അയച്ചത് ചോദ്യം ചെയ്തുള്ള മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED നീക്കം ചോദ്യം ചെയ്ത് കിഫ്ബി സമർപ്പിച്ച ഹർജിയും പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഫെമ നിയമലംഘനം പരിശോധിക്കാൻ EDക്ക് അധികാരമില്ല എന്നാണ് ഹർജികളിലെ പ്രധാന വാദം. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചി NIA കോടതി ഇന്ന് ശിക്ഷാവിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2 ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കാനുള്ള തീയതി തീരുമാനിച്ചത്. സമൂഹത്തെയാകെ നശിപ്പിക്കാൻ ശ്രമിച്ച റിയാസിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് NIA ആവശ്യപ്പെട്ടു. രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദി സംഘടനകളും ഭീകരരുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. കൃത്യം നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി കുറ്റത്തിന്റെ ഗൌരവ സ്വഭാവം കുറഞ്ഞു പോകുന്നില്ല എന്നും NIA ചൂണ്ടിക്കാട്ടി. എന്നാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതിയുടെ പ്രായം, സാമൂഹിക കുടുംബ പശ്ചാത്തലങ്ങൾ പരിഗണിക്കണമെന്നും പ്രതിഭാഗവും വാദിച്ചു. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. സഭാ അധ്യക്ഷനായ ശേഷം ആദ്യമായിട്ടാണ് മാർ തട്ടിൽ പ്രധാനമന്ത്രിയെ കാണുന്നത്. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സഭാ അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്കായി CPI നേതൃയോഗത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നും കൌൺസിൽ യോഗം നാളെയും മറ്റന്നാളും ദിവസങ്ങളിൽ ചേരും. CPI മത്സരിക്കുന്ന 4 സീറ്റുകളിൽ തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ C. അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും. തിരുവനന്തപുരം, വയനാട് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയായിട്ടില്ല. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ നീക്കിയിരിപ്പ് കുറഞ്ഞുപോയെന്ന വിമർശനവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. പ്രസിദ്ധമായ 129ാമത് മാരമൺ കൺവെൻഷന് 11 മുതൽ തുടക്കമാകും. പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിക്കും. ഫെബ്രുവരി 11 മുതൽ 18 വരെ നടക്കുന്ന കൺവെൻഷനിൽ മാർത്തോമ സഭയിലെ ബിഷപ്പുമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഈ മാസം 11 മുതൽ 18 വരെ കോഴഞ്ചേരി, പമ്പ, മണപ്പുറത്ത് നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കും. 14 നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ വിവിധ സഭകളിലെ സഭാ അധ്യക്ഷന്മാർ പങ്കെടുക്കും. ഭാരതത്തിനു പുറത്തും സഭ ചെയ്യുന്ന ആതുര ശുശ്രൂഷ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ സമന്വയിപ്പിക്കുന്ന, അത് സംവേദനം ചെയ്യത്തക്കവണ്ണം, മനസ്സിലാക്കത്തക്കവണ്ണമുള്ള അനേക സ്റ്റാളുകൾ ഈ പന്തലിന് ചുറ്റുവട്ടങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കൺവെൻഷൻ എന്ന നിലയിൽ ഈ കൺവെൻഷൻ ഈ കാലയളവിൽ വളരെയധികം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ക്രമീകരണത്തിലാണ് അതിൻ്റെ മുഴുവൻ സമയവും അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കൺവെൻഷനിൽ വിശ്വാസികൾക്ക് എത്തിച്ചേരുന്നതിനായി KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുക്കും. ന്യൂസ് 18 പത്തനംതിട്ട.
എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട് ആരംഭിച്ച അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള നീതിനിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ദുരിതബാധിതരും അമ്മമാരും. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 9 ദിവസം പിന്നിട്ടു. ദുരിതബാധിത പട്ടിക അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. 2011 ശേഷം ജനിച്ച ദുരിതബാധിതരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ സർക്കാർ ഉത്തരവ്. ഇതിലൂടെ ആയിരക്കണക്കിന് പേർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടും. എൻഡോസൾഫാൻ പദ്ധതി തന്നെ നിർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ദുരിതബാധിതരുടെ ആരോപണം. ഇതിന്റെ ഭാഗമായാണ് പട്ടിക വെട്ടിച്ചുരുക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഈ 1031 പേരും യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പെട്ടവരാണ് എന്ന് നമുക്ക് ഔദ്യോഗിക സംവിധാനത്തിന്റെ അടുത്ത് തന്നെയാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അനിശ്ചിതകാല സമരത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, സെൽ യോഗം ചേരുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാട്ടാനകളുടെ കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ആനക്കോട്ട. എന്നാൽ ഇപ്പോൾ ആനകളുടെ ഗണ്യമായ കുറവിൽ ആശങ്കയിലാണ് ആനപ്രേമികൾ. 65ഓളം ആനകൾ ഉണ്ടായിരുന്നയിടത്ത് ഇപ്പോൾ 39 ആനകൾ മാത്രമാണുള്ളത്. ഇതിൽ 25ഓളം ആനകൾ മാത്രമേ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകുന്നുള്ളൂ. രാജു ഗുരുവായൂരിന്റെ റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സന്ദർശന കേന്ദ്രമാണ് ആനക്കോട്ട. ഈ ആനക്കോട്ടയിൽ 64ഓളം ആനകൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ 65ഓളം ആനകൾ നാട്ടാനകളായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം 39 ആനകളിലാണ് വന്നു നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ആനകളുടെ എണ്ണം കൂടുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം ഭക്തർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇടയിലുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാന വളർത്ത് കേന്ദ്രമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട. ഒരുപാട് ആളുകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദർശനത്തിനെത്തുന്നവരും ഹിന്ദുക്കളല്ലാത്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അടക്കം ഒരുപാട് ആളുകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ ആനക്കോട്ട കാണുവാനും ആനകളെ കാണുവാനും അതിൽ സന്തോഷം പങ്കുവയ്ക്കുവാനുമൊക്കെയായി എത്തിച്ചേർന്നിരുന്നത്. കുറേ വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്താനുള്ള നിയമപ്രശ്നം ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് ഭക്തർ ഗുരുവായൂരപ്പനെ ആനക്കുട്ടികളെയും ആനകളെയും നടയിരുത്താൻ മാനസികമായി തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ നിയമപ്രശ്നത്തിൻ്റെ നിയമക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് ആർക്കും അത്തരത്തിൽ ആ വഴിപാട് നടത്തി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ ഒരു മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ നിയമപ്രശ്നം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആനകളെ കൈമാറ്റം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന ഒരു നിയമക്കുരുക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിയമം മാറ്റിയെടുക്കേണ്ട ഒരു അനിവാര്യമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, പൂര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആനകളെ അയക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ഗുരുവായൂർ ദേവസ്വം പോലെയുള്ള ഒരു സ്ഥാപനത്തിനുണ്ട്. സ്വാഭാവികമായും ഗുരുവായൂർ ദേവസ്വത്തിന് ആനകളുടെ എണ്ണക്കുറവ് മൂലം എല്ലായിടത്തേക്കും ആനകളെ അയക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയിൽ തന്നെ 39 ആനകളിൽ 25ഓളം ആനകളെ മാത്രമാണ് പുറത്ത് പൊതുവായ പരിപാടികളിലേക്കും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്കുമൊക്കെ തന്നെ അയക്കാൻ കഴിയുന്നത്. മറ്റ് ആനകളെ ഒന്നും തന്നെ പുറത്ത് കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ പറ്റാത്ത ചില തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി പുതിയതായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനക്കുട്ടികളെ നടയിരുത്തണം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ വരെ ഏതാനും അടുത്ത വർഷങ്ങൾക്കകം തന്നെ നിലച്ചു പോകുന്ന രീതിയിലേക്കാണ് ആനകളുടെ ഈ ഗണ്യമായ കുറവിലൂടെ നമുക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്കടക്കം എഴുന്നള്ളിക്കുന്നതിന് കുട്ടിയാനകൾ വേണം. അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ദേവസ്വം നിശ്ചയിച്ചിട്ടുള്ളത് 20 വയസ്സിന് താഴെയുള്ള ആനക്കുട്ടികൾ വന്നാൽ എടുക്കാമെന്നുള്ളതാണ്. കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കും കൊടുക്കാനുള്ള ഒരു നിയമം നമുക്ക് അനുവദനീയമല്ല. കാരണം കേരളത്തിലെ വനങ്ങളിൽ നിന്നും ആനകളെ പിടിക്കൽ നിർത്തിയിട്ട് തന്നെ 10, 35, 40 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെ കുട്ടിയാനകളെ കിട്ടുന്ന വല്ല അപകടങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ആനക്കുട്ടികളെ മാത്രമാണ് ഈ വനം വകുപ്പ് അതിനെ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഒട്ടുമിക്ക ആനക്കുട്ടികളെയും തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആനക്കുട്ടികളുടെ ലഭ്യതക്കുറവ് അതാണ് ഈ പ്രശ്നത്തിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾ കുറയുന്നത് ആനകളെ വീണ്ടും നടക്കിരുത്തുന്നില്ല എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നും ദേവസ്വവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും
കേന്ദ്ര സർക്കാരും ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഭക്തരുടെയും നാട്ടുകാരുടെയും ആവശ്യം. രാജു ഗുരുവായൂർ, ന്യൂസ് 18. പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ആദ്യ ലീഡ് നില ഇമ്രാൻഖാൻ അനുകൂലികൾക്ക് അനുകൂലമാണ്. എന്നാൽ വൻ വിജയം അവകാശപ്പെട്ട PTA രംഗത്ത് വന്നു. 266 സീറ്റുകളിൽ 154 വ്യക്തമായ ലീഡ് ഉറപ്പിച്ചതായി PTA അവകാശപ്പെട്ടു. അതേസമയം വോട്ടെണ്ണൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. രാജ്യത്തെ ഇന്റർനെറ്റ് നിരോധനമടക്കം വോട്ടെണ്ണലിനെ ബാധിച്ചിട്ടുണ്ട്. അന്തിയുറങ്ങാൻ അടച്ചുറപ്പില്ലാത്ത ഒരു വീട് പോലുമില്ലാതെ ദുരിതം ജീവിതം നയിച്ച സ്വപ്നയ്ക്കും കുടുംബത്തിനും വീട് ഒരുങ്ങുകയാണ്. യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയും നട്ടലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും ലഭിക്കാതായതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയത്. കൊട്ടാരക്കരയിൽ പ്ലാസ്റ്റിക് മേഞ്ഞ കുടിലിൽ അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് വീടൊരുക്കി നൽകുകയാണ് യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മുൻ DCC പ്രസിഡന്റ് P. സത്യശീലന്റെയും സ്മരണാർത്ഥമാണ് വീട് വെച്ച് നൽകുന്നത്. സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും PC വിശ്വനാഥ് MLAയും നിർവഹിച്ചു. അർഹരായ നമ്മുടെ സഹായം 100% ആവശ്യമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി സഹായിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താല്പര്യം, അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഒരു വീട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം മരണം വരെയും നിന്ന ശ്രീ V. സത്യനന്റെ സ്മരണാർത്ഥം ഒരു വീട് ചെയ്യുമ്പോൾ ആ വീട് ഇത്രയും അർഹതയുള്ള ഒരു കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ എത്രയും വേഗം ഇത് പൂർത്തിയായി ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. മാനസിക വെല്ലുവിളിയും കാഴ്ച വൈകല്യവുമുള്ള സഹോദരിയും നട്ടലിന് സുഖമില്ലാത്ത അമ്മയും അടങ്ങുന്നതാണ് സ്വപ്നയുടെ കുടുംബം. ലൈഫ് പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും വീട് ലഭിക്കാത്തതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വീട് ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ ആശംസകളും പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ താക്കോൽദാന കർമ്മം നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. 700 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വാർത്ത വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. നാട്ടുകാരുടെ പിന്തുണയോടെയാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു അപേക്ഷയും യൂത്ത് കോൺഗ്രസ് വെച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നല്ല ആർജവുമുണ്ട്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സഞ്ജുവും സതീഷും ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഞങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. ന്യൂസ് 18 നെടുവത്തൂർ. കർഷകർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന രാമകൃഷ്ണനെ ഇനി പരിചയപ്പെടാം. കാർഷിക ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ കർഷകരിലേക്ക് എത്തിക്കുകയുമാണ് കൊയിലാണ്ടി പന്തലായനി സ്വദേശി രാമകൃഷ്ണൻ. പന്തലായനിയിൽ രാമകൃഷ്ണൻ വീടിനോട് ചേർന്ന പണിപ്പുരയിൽ കാർഷികോപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അനായാസം അടയ്ക്ക പൊളിക്കുന്ന 2 വ്യത്യസ്ത ഉപകരണങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ മെക്കാനിസം എന്ന് പറയാൻ ഒന്നുമില്ല. ഇത് ഏത് കുട്ടികൾക്കും കൈകാര്യം ചെയ്യാം. ഒരു നെറ്റ് മാത്രം, ഇത് ആർക്കും വേണമെങ്കിൽ മാറ്റിയിടാനും എല്ലാത്തിനും കഴിയും. യാതൊരു അപകടമോ ഒന്നും ഉണ്ടാവില്ല. ഇത് 2-3 ടൈപ്പ് ചെയ്തു. കാരണം ആദ്യം ഒരു ടൈപ്പ് ചെയ്തപ്പോൾ അത് ഒരു ബെയറിങ് വെച്ച് ചെയ്തു. കാരണം ആദ്യം തീരെ ബെയറിങ് ഇല്ലാണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു ബെയറിങ് വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്നു. അപ്പോൾ ഒരു ബെയറിങ് വെച്ച് ചെയ്തു. അപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വണ്ണം കുറവാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മണ്ണാക്കാം. അപ്പോൾ കുറച്ചുകൂടി മണ്ണമുള്ള പൈപ്പിലേക്ക് ചെയ്തു. കുരുമുളക് മെതിക്കാൻ 3 തരത്തിൽ തയ്യാറാക്കിയ ഉപകരണം ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മണ്ടരി ബാധിച്ച് പൊളിച്ചെടുക്കാൻ പ്രയാസമായ തേങ്ങ ക്ഷണനേരം കൊണ്ട് പൊളിച്ചെടുക്കാം. ചക്ക മുറിക്കാനും ചെറുകിട കർഷകർക്കാവശ്യമായുള്ള
ഒട്ടുമിക്ക യന്ത്രങ്ങളും ഇദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ്. എളുപ്പത്തിലും വേഗത്തിലും കൈകാര്യം ചെയ്യാമെന്നതും ഇരുന്നോ നിന്നോ പ്രവർത്തിപ്പിക്കാമെന്നതും തന്റെ ഉപകരണങ്ങളുടെ പ്രത്യേകതയാണെന്ന് രാമകൃഷ്ണൻ അവകാശപ്പെടുന്നു. വിപണിയിൽ ലഭ്യമാകുന്ന ഉപകരണങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവും ഏറെ മികച്ച ഉപകരണങ്ങളുമാണിതെന്ന് ഒട്ടേറെ ചെറുകിട കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. തബല ആർട്ടിസ്റ്റ് കൂടിയായ ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതും കർഷകരെ സഹായിക്കുന്നതും. ന്യൂസ് 18 കോഴിക്കോട്. പാഠപുസ്തകത്തിൽ പഠിച്ച കഥകളിയെ നേരിൽ കണ്ടപ്പോൾ കുട്ടികൾക്കത് വേറിട്ട അനുഭവമായി. കാസർഗോഡ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ വിദ്യാർത്ഥികളാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കഥകളി കാണാനെത്തിയത്. കഥകളിക്കൊപ്പം അണിയറയിലെ ഒരുക്കങ്ങൾ കൂടി കണ്ടു മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിച്ചു. തൊട്ടടുത്ത ക്ഷേത്രമുറ്റത്ത് കഥകളി കളിക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഇവർ ഇവിടെ എത്തിയത്. ദുര്യോധനവധമായിരുന്നു കഥ. പ്രധാന കഥാപാത്രമായ രൗദ്രഭീമനെ അവതരിപ്പിക്കുന്ന നാട്ടുകാരൻ കൂടിയായ കലാമണ്ഡലം സുരചന്ദ് കുട്ടികൾക്ക് കഥകളിയെക്കുറിച്ച് വിവരിച്ചു നൽകി. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് മുരളി വിചാരിച്ചിരുന്നില്ല. അപ്പൊ ഈ താളങ്ങളെല്ലാം കൂടിയിട്ട് ഈ താളത്തിൽ ആദ്യം ചെമ്പ, പിന്നെ ചെമ്പട, അങ്ങനെ ഓരോ താളത്തിലും സ്റ്റേജുമ്മ ഈ തിരശീലേന്റെ ഉള്ളിൽ നമുക്കാർക്കും കാണാൻ കഴിയില്ലതോടെ. അണിയറ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ 107 കുട്ടികൾ കഥകളി പഠിക്കാനെത്തി. കിരീടവും തോൾവളയും കൈവളയും കഥകളിയുടെ വാദ്യങ്ങളും നേരിൽ കണ്ടു. ചുട്ടിക്കുത്തലിന്റെ കരവിരുത് അവർ വിസ്മയത്തോടെ കണ്ടിരുന്നു. 4ാം ക്ലാസ്സിൽ മുരളി കണ്ട കഥകളി എന്ന ഒരു പാഠമുണ്ട്. അതിൽ കഥകളിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള പെരുങ്കളിയാട്ടം, അതായത് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കഥകളി നടക്കുന്നുണ്ട്. അതിനായി നമ്മളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ കുറച്ച് ആൾക്കാരെല്ലാം വന്ന് ഇവിടുത്തെ വേഷങ്ങളെല്ലാം പരിചയപ്പെട്ടു. അരങ്ങത്തെ കേളികൊട്ടും തോടയവും വന്ദനശ്ലോകവും കേട്ട് കുട്ടികൾ കഥകളി അറിവുകൾ ആസ്വദിച്ചു. 4ാം തരത്തിൽ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലും 3ൽ പരിസര പഠനത്തിലും കഥകളിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാതെ പുനലൂർ KSRTC ഡിപ്പോയിലെ വിശ്രമ കേന്ദ്രം. കൊടും ചൂടിൽ പുനലൂർ KSRTC ഡിപ്പോയിലെത്തുന്നവർക്ക് ആശ്രയമാകേണ്ട വിശ്രമ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തുറന്നു നൽകാതിരിക്കുന്നത്. 2019 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് അടച്ചിട്ടിരിക്കുന്നത്. യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ടിക്കറ്റ് കൗണ്ടർ, സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള മുറി എന്നിവയാണ് അമ്യൂണിറ്റി കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 2019 നിർമ്മാണം ആരംഭിച്ച പദ്ധതി 2023 പൂർത്തീകരിച്ചത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രം തുറന്നു നൽകിയില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് അതിന്റെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വയറിങ്, മെയിൻ സ്വിച്ച് എല്ലാം സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ അത് മൊത്തവും നശിപ്പിച്ചിട്ടൊക്കെ. പുനലൂർ KSRTC ഡിപ്പോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അക്രമങ്ങളും അനീതിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് ഓപ്പൺ ചെയ്യണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാം. 900 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാർക്ക് വേണ്ടി വന്നതാകട്ടെ 3 വർഷം. ഇവിടെ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ തുരുമ്പെടുത്തിട്ടും വൈദ്യുതി ഉപകരണങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. പൊതുജനങ്ങൾക്ക് വിശ്രമകേന്ദ്രം തുറന്നു നൽകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 പുനലൂർ. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ സ്പെഷ്യൽ ട്രെയിൻ രാവിലെ 10 മണിക്ക് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് ട്രെയിനിൽ യാത്ര അനുവദിച്ചിട്ടുള്ളത്. IRCTCയുടെ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനാണിത്. 3300 രൂപയാണ് കൊച്ചുവേളിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠയ്ക്കു പിന്നാലെ നാഗർകോവിൽ, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നു. വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ യാത്രയിലുണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉച്ചയ്ക്ക് 12:30 കോട്ടയത്ത് തീർത്ഥാടകരെ യാത്രയയക്കാനെത്തും. ദേശീയപാത വികസനത്തിൽ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞതോടെ പുറത്തെങ്ങനെ പോകുമെന്നറിയാതെ പ്രയാസത്തിലാണ് ഒരു കുടുംബം. വടകര വലിയ വളപ്പിൽ സരോജാക്ഷനും കുടുംബവുമാണ് വഴിമുട്ടി നട്ടം തിരിയുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് 72കാരനായ സരോജാക്ഷന്റെ വീട്ടിലേക്കുള്ള വഴി അടച്ചത്. 2 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തി ഉയരുന്നതോടെ ഈ കുടുംബം വീട്ടിൽ അകപ്പെടും. കോൺക്രീറ്റ് ചെയ്യാനായി കമ്പികൾ സ്ഥാപിച്ചതോടെ ഈ വീട്ടിലെ വാഹനങ്ങൾ പുറത്തേക്കെത്തിക്കാനാകാതായി. 2 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ സർവീസ് റോഡ് ഉയരുക. വീട്ടിലേക്ക് മറ്റു വഴിയില്ല. പണി പൂർത്തിയായാൽ ഇവർ തീർത്തും ഒറ്റപ്പെടും. പുറത്തു പോകാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ട് ഇതിപ്പം എഞ്ചിനീയർ പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ളത്.
ഇനി എപ്പോഴാണ് ഇത് എന്താ ഇങ്ങനെ തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പണി തുടങ്ങുമെന്നൊന്നും അറിയില്ല. പരിസരത്തുള്ള കടകളും സമാന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. കൃത്യമായ മറുപടി ഒരിടത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. ന്യൂസ് 18 വടകര. ഇടുക്കി നെടുങ്കണ്ടത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ആദ്യ സ്റ്റേഡിയമാണിത്. കിഫ്ബി സഹായത്തോടെ 14 കോടി രൂപ ചെലവിട്ടാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച് 13.2 മില്ലിമീറ്റർ കനത്തിലാണ് 400 മീറ്റർ ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് 10 ലൈനുകളുള്ള 100 മീറ്റർ ട്രാക്കും തുടർന്ന് 8 ലൈനോടുകൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 100, 400 മീറ്റർ ഓട്ട മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾ വാൾട്ട്, സ്റ്റിപ്പിൾ ചേസിംഗ്, ജാവലിൻ, ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ബർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും നടന്നു. വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 ഇടുക്കി. വണ്ടിപ്പെരിയാർ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. IPS ഉദ്യോഗസ്ഥന തലവനായി പ്രത്യേക ടീം അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്നുമുണ്ടായി. തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. ഈ സാഹചര്യത്തിൽ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. കട്ടപ്പന അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കെതിരെ പെൺകുട്ടിയുടെ പിതാവ് നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രത്തിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും. UPA NDA സർക്കാരുകളുടെ 10 വർഷത്തെ താരതമ്യം ചെയ്യുന്ന 56 പേജുള്ള ധവളപത്രമാണ് നിർമ്മലാ സീതാരാമൻ സഭയിൽ വെച്ചത്. ഇതിലാണ് ചർച്ച നടക്കുക. ഇതിനു പുറമെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP ധവളപത്രം ഇറക്കി. UPA സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും ചൂണ്ടിക്കാട്ടാനും BJPയിൽ നീക്കമുണ്ട്. കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മഹിളാ മോർച്ചയുടെ സദാചാര പോലീസിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളടക്കം മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ബീച്ചിൽ ചൂലുമായി എത്തിയ പ്രവർത്തകർ യുവതീ യുവാക്കളെ അവിടെ നിന്നും ഓടിച്ചത്. ജോഡികളായി എത്തിയാൽ ഇന്നും ചൂലെടുത്ത് അടിച്ചോടിക്കുമെന്നും മഹിളാ മോർച്ച പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആദിവാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ആര്യയെത്തും. നമസ്കാരം. BJP is having huge hopes on Kerala.